നാളത്തെ പരീക്ഷയ്ക്ക് ഇന്നാണ് ഓടി പഠിക്കണത്. ഇന്നത്തെ എക്സാം. ഇന്നത്തെ പരീക്ഷയ്ക്ക് ഈ ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിൽ എന്തായിക്കോട്ടെ, അതാത് ദിവസത്തെ പഠിച്ചു പോയാൽ കുഴപ്പമില്ലല്ലോ. അതാത് ദിവസത്തെ ഞാൻ പഠിച്ച് ഓർമ്മ നിക്കണ്ടേ? ഇതൊന്ന് നോക്ക്. 2KMNO4+8 ഇത് എന്തോന്നത് തലയിലൊന്നും നിക്കൂല. അത് കൊള്ളാം. ഇതൊന്ന് വായിച്ചേ നീ, ഇതൊന്ന് വായിച്ചേ നീ, ഇതൊന്ന് വായിച്ചേ, വായിക്ക് നീ. 2KMNO4 അതൊരു 5 പ്രാവശ്യം പറഞ്ഞേ. 2KMNO4 കണ്ട, എനിക്ക് പറയാലോ 2KMNO4. അവിടെ 2KMNO4 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇത്രയും പഠിക്കണ്ടേ? ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാം. ഇതെല്ലാം ഒരു 5 പ്രാവശ്യം വായിച്ചാൽ നിനക്ക് കിട്ടൂലെന്ന്. ഓ അമ്മ, ഞാൻ ആരെടുത്ത് പറയുന്നത്? നല്ല കെമിസ്ട്രി ആണ് എനിക്ക് സീന്. ഇവളെ എന്ത് ചെയ്താ മതി എടി? കെമിസ്ട്രിക്കല്ലേടി നിനക്ക് ഡാഡി കൊണ്ടുവന്ന് നിന്നെ ട്യൂഷനാക്കിയത്, എന്നിട്ട് ഇപ്പോഴും നിനക്ക് പഠിക്കാൻ പറ്റണില്ലേടി? ഇല്ലമ്മ, തലേ കേറണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, പരീക്ഷ ഇടുന്ന ആൾക്കാരോട് പറ എനിക്കത് തലേ കയറണില്ല, എനിക്കത് വേണ്ടാന്ന്. അങ്ങനെ ഞാൻ മിക്കവാറും പറയും. 3-ാം നാള് പോലെ ഉണ്ട്. പിന്നെ 3-ാം നാള് അഥവാ അതുപോലെ ബുദ്ധിയുള്ള പിള്ളേർ എന്ത് ചെയ്യും? ഞാനൊക്കെ പഠിച്ചപ്പോ എനിക്ക് ചിലതൊന്നും പഠിച്ചാൽ തലേ കയറൂല. അതന്നല്ലേ എനിക്കും. എന്ന് വിചാരിച്ച് ഞങ്ങളത് പഠിക്കാതിരിക്കൂല. ഞങ്ങളപ്പോ അതിനൊരു പാട്ടുണ്ടാക്കി. കാക്കവ കോഴിമ പാത്ര ഏയിക്കോ അപ്പ കൊത്തി. കാക്കവ കോഴിമ ജില്ലകളുടെ പേര്. പേരുണ്ടാക്ക്. ഉത്തരം മുട്ടിയാ? നടന്നു പോണ ഒരാളോട് അതിനകത്ത് കാണിച്ചിട്ട് പാട്ട് എഴുതാൻ പറഞ്ഞാൽ ഞാൻ എന്ത് പറയും? ഞാനാണിത് പഠിക്കണമെങ്കിൽ ഞാൻ എഴുതിയേനെ. കാണാപ്പാടം പഠിക്കാൻ എനിക്ക് പറ്റിയത് മനസ്സിലായിട്ട് തലയിരിക്കുന്നില്ലമ്മ. ഞാൻ ഒന്നും പറഞ്ഞില്ല. ശരി, എന്റെ മോള് പരീക്ഷ എഴുതണ്ട, തീർന്നല്ലോ. മുത്തേ, കഴിഞ്ഞ സ്കൂളിലെ പരീക്ഷയ്ക്ക് നിനക്ക് മാർക്ക് കുറവ്. കെമിസ്ട്രിക്ക് മാത്രം. എന്താണെങ്കിലും കെമിസ്ട്രിയും കൂടെ ഈ പരീക്ഷയ്ക്ക് നീ ഇതാണ് നീ ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ബുക്കൊക്കെ ഞാൻ എടുത്ത് മറ്റേ കടലാസ് വെക്കുന്ന ആൾക്കാർക്ക് കൊടുക്കും. എന്നിട്ട് എൻ്റെ കൂടെ നിന്നെ ഞാൻ തൊഴിലുറപ്പിന് കൊണ്ടുപോകും. അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. മര്യാദക്ക് ഇന്ന് പഠിക്കണി നീ. കുഴപ്പമില്ല. കൊടങ്ങാള കുടുംബത്തിൽ ജനിച്ചവർക്കെല്ലാം നല്ല ബുദ്ധിയുണ്ട്. പതിയെ 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 കയറി വരും. ഓയ് ഒന്ന് വരൂ. നീ ഇതോടെ പോന്ന് രാവിലെ ഒരുങ്ങി കിട്ടി? കൊടങ്ങാവളയിലെ നമ്മുടെ നാസർക്കട വീട് ഷിഫ്റ്റ് ചെയ്യുന്നു. ചെറിയ കൈസഹായത്തിന് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. കൊടങ്ങാവിലേക്ക് പോവാ? അപ്പൊ നിങ്ങൾ വരില്ല ഇന്ന്? ഇങ്ങോട്ട് വരാ. ഞാൻ പിന്നെ പോനെ. അല്ല, അപ്പൊ വീട്ടിൽ കയറണ്ടേ? അത് കഴിഞ്ഞ് തല കാണിക്കും. രാത്രിയിലെ ലാസ്റ്റ് വണ്ടിക്ക് ഞാൻ വരും. കഴിക്കാൻ പറ്റൂടാ. കഴിക്കാൻ ഇഡലി ആവണേ ഉള്ളൂ. ധൃതി ഉണ്ടെങ്കിൽ പോന്നിട്ട് കടയിൽ നിന്ന് എങ്ങാനും കഴിക്കും. ഇച്ചിരി സമയം എടുക്കും. 200 രൂപ. 200 രൂപ? ഒരു മിനിറ്റ് നോക്കട്ടെ. നല്ല മൂടാണല്ലോ. എന്ത് പറ്റി? അയ്യോടാ, ഉണങ്ങിയിട്ടില്ല. നനഞ്ഞത് മതിയോ? ഇപ്പം കിട്ടതേ ഉള്ളൂ അച്ചടിച്ചിട്ട്. തമാശക്ക് പോലും ഇങ്ങനെയുള്ള വർത്താനൊന്നും പറയല്ലേ തങ്കഞ്ചേട്ടത്തി. ചുമ്മാ പറഞ്ഞത് എപ്പോഴും പറയുന്നില്ലേ? ചുമ്മാ പറഞ്ഞതൊന്നും അല്ല, ശരിക്കും പറഞ്ഞതാ. ശരിക്കും പറയുന്ന ഒരു മൈക്കോ ചോറക്കപ്പറ. എന്നിട്ട് വേണം നിങ്ങൾക്ക് കള്ളനോട്ടേണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് മറ്റേ ഇടി ഇവിടെ കയറി ഇറങ്ങാൻ. ഇടിയല്ലേ, നല്ല ഇടിയാണ് നിനക്ക് തരേണ്ടത്. എന്നോട് പൈസ വെക്കണേ, എനിക്ക് എവിടെന്നാ വരുമാനം? നീ നിന്റെ മച്ചമ്പീനോട് ചോദിക്കുക. പലചരക്ക് കടയിലെ പറ്റു കൊടുക്കാറായി, ഇവിടത്തെ സാധനങ്ങളും തീർന്നു. അതിന് എന്ത് ചെയ്യുന്ന ഓർത്തിരിക്കുമ്പോൾ അവന് 200 രൂപ. പൈസ ഇല്ലെങ്കിൽ പോണ്ട. എന്റെ ഇല്ലാത്തോണ്ടല്ലേ ചോദിച്ചാ. നിങ്ങളെ മാറ്റി വെച്ചേക്കുന്ന തങ്കരയും വല്ല ഉണ്ട്, അതിന് 200 രൂപ ഇങ്ങോട്ട് വാ. ഇല്ല, എനിക്ക് ബുള്ളറ്റിന്റെ പണിഞ്ഞ പൈസ കിട്ടാനുണ്ട്. അപ്പൊ തന്നെ തിരിച്ചു തരുമല്ലോ. ബുള്ളറ്റിന്റെ പൈസ കിട്ടിയിട്ട് നീ പോയാ മതി.